ഹലോ ഗായ്സ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് പാൽ കുഴക്കട്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പാൽ കുഴക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള നമ്മൾ ചോറ് വയ്ക്കുന്ന അരി കൊണ്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാൽ കുഴക്കട്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരിയാണ്, 1 കപ്പ് അരിയാണ്, 250 ഗ്രാം അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിർത്തെടുക്കാം. പിന്നെ നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇങ്ങനെ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പരുവത്തിൽ ആവുന്നത് വരെ നമ്മളൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കയ്യിൽ ഇത്ര ഒട്ടില്ല. ഇത് നമ്മൾ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കണം. ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും കമൻസും കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത്തിരി ഒരു 5 മിനിറ്റിൻ്റെ പണിയാണിത്. നമ്മൾ ഇതിനെ ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലാക്കി വയ്ക്കാം. പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കാം. 1 കപ്പ് വെള്ളം മതി. 1 കപ്പ് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഇത് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിനെ ഈ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുള്ള ആ മാവ് നമ്മൾ ഇതിലിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് നമ്മൾ ഒരു സ്പൂണിൽ ഓരോന്നായിട്ട് നമ്മൾ ഇതിന് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം തിളയ്ക്കുന്നത് കൊണ്ട് ഇങ്ങനെ അലിഞ്ഞു പോകുന്നില്ല. ഈ മാവ് അങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പാൽ കുഴക്കട്ട ഉണ്ടാക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും. 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ പാൽ കുഴക്കട്ട റെഡിയായി കിട്ടും. ഇപ്പോൾ പാൽ കുഴക്കട്ട ഇത് തിളയ്ക്കുന്നുണ്ട്. തിളയ്ക്കുമ്പോൾ ഇങ്ങനെ നിറം മാറും. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇതിലേക്ക് നമ്മൾ ഷുഗർ ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഷുഗർ. ഇതൊന്ന് അലിയുന്നത് വരെ ഇളക്കി കൊടുക്കാം. അലിഞ്ഞ് കിട്ടുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ കുഴക്കട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതൊന്ന് അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാലൊഴിച്ചു. അപ്പോൾ നമ്മുടെ പാൽ കുഴക്കട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പാൽ കുഴക്കട്ട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂ നട്ട് നെയ്യിൽ വറുത്തെടുത്തത് ഇതും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാൽ കുഴക്കട്ട റെഡിയായി കഴിഞ്ഞു.
അപ്പോൾ ഒന്നുകൂടി വറ്റി വരുന്നത് വരെ നമ്മുടെ പാൽക്കുഴക്കട്ട ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പാൽക്കുഴക്കട്ട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.